ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റാർബറി ഫ്യൂഷൻ. ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് വെക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. മിക്സിയുടെ ജാറിലേക്ക് 10 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 5-6 ഉണക്കമുളക് ഇവ ചേർത്തിട്ട് ഒരു തരുതരുപ്പായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് അരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഇതില്ലെങ്കിൽ ഗരം മസാല പൊടി എടുത്താൽ മതിയാവും, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ മസാലയൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സുർക്ക, വിനാഗിരി എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മസാല കൂട്ടുന്ന കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ചിക്കനാണ്, അതുകൂടെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഈ നല്ല ചൂടായ എണ്ണയിൽ ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യാതെ ഇട്ടെടുത്താൽ അത് പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തേങ്ങയും നല്ല ക്രിസ്പി ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കുക. തേങ്ങ ഒന്ന് ക്രിസ്പിയായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് സമയം വെച്ചാൽ പിന്നെ ഇത് കരിഞ്ഞു പോവും, വേറൊരു റെസ്റ്റൊക്കെ ആയിട്ട് മാറും. പിന്നെ നമ്മളെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും നല്ല മുരിഞ്ഞ് വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ കിട്ടും. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു, ബൈ.